നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയുടെ സംസ്കാരം തടഞ്ഞു. പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. ചർച്ചകൾക്കൊടുവിൽ രാത്രി വൈകി പരിഹാരം. 11 വർഷം മുമ്പ് കൊല്ലത്ത് ആരംഭിച്ച വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ പത്തനാപുരം കടശ്ശേരിയിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി നിലച്ചു. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. കുരീപ്പുഴയിൽ സമയബന്ധിതമായി IT പാർക്കും കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലക്ഷ്യമിടുന്നത് 90 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കറ്റാനം കട്ടച്ചിറ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് പോലീസ് തടഞ്ഞു. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. വർഷങ്ങളായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത്. ഇവരുടെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പ്രതിഷേധത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായത്. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാവിശ്വാസി പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കാൻ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെയും മാവേലിക്കര തഹസീൽദാരുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് മുന്നിൽ തടഞ്ഞതാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത്. അമ്മിണി രാജന്റെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. സഭാവസ്ത്രം ധരിച്ച് ചെറുമകനെ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സഭാവസ്ത്രം ധരിച്ച യാക്കോബായ വിശ്വാസിയായ ചെറുമകൻ സെമിത്തേരിയിൽ പ്രവേശിക്കുന്നതിനെതിരെ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് പോലീസും റവന്യൂ അധികൃതരും തടഞ്ഞത്. ഇത് വിശ്വാസികളും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് യാക്കോബായ വിശ്വാസികൾ മൃതദേഹം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. മൃതശരീരം സംസ്കരിക്കുന്ന ഇടവകയിൽപ്പെട്ട പറമ്പിൽ അമ്മിണി രാജന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഷെമ്മാശനാണെന്ന കാരണത്താൽ പറ്റുകയില്ല എന്ന ഒരു വാദത്തിൽ തഹസീൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും മൃതശരീരം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ യാക്കോബായ വിഭാഗവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിൽ ചെറുമകനെ സെമിത്തേരിയിൽ കയറ്റാമെന്ന് ധാരണയായി. ഇതേ തുടർന്ന് മൃതദേഹവുമായി പള്ളിക്ക് മുന്നിൽ നടത്തിയ 5 മണിക്കൂർ നീണ്ട സമരം വിശ്വാസികൾ അവസാനിപ്പിച്ചു. അമ്മച്ചിയുടെ ശവശരീരം എടുത്തിട്ട് 8 മണിക്കൂറായിട്ട് ശവം ഈ മോർച്ചറിക്ക് വെളിയിൽ തണുപ്പില്ലാതിരിക്കുകയാണ്. ഏത് സമയത്തും ഡീക്കേഡാവുന്ന അവസ്ഥയിലാണ്. എൻ്റെ പപ്പ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. അമ്മച്ചിയുടെ മരുന്നോട് വരും വീണ്ടും പോകും. പപ്പായ്ക്ക് ഇപ്പം തീരെ വയ്യാതെ പപ്പായ കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തിനായാലും എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങളാണെങ്കിൽ ഞാൻ ഈ കുപ്പായിട്ടതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. രാത്രി 9ഓടെ മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വള്ളികുന്നം സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 26-നായിരുന്നു സംഭവം. വള്ളികുന്നം സ്വദേശി രവികുമാറിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. കടയിൽ കയറി വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ വള്ളികുന്നം കല്ലുവിളയിൽ രാജേന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. വള്ളികുന്നം ചരുവിളയിൽ രവികുമാർ എന്ന വ്യാപാരിയെ കടയിൽ കയറി ഇയാൾ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് വള്ളികുന്നം പോലീസ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. CPM പ്രതിഷേധ പ്രകടനത്തിന് നേരെ ഓട്ടോറിക്ഷ ഇടിച്ചു കയറ്റി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ച അമേരിക്കൻ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിലേക്കാണ് സാമൂഹ്യ വിരുദ്ധർ ഓട്ടോറിക്ഷ ഓടിച്ചു കയറ്റിയത്. ഇന്ത്യക്കെതിരെ അധിക ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ഇടമണ്ണിൽ നടത്തിയ പ്രകടനത്തിനു നേരെയാണ് ഓട്ടോറിക്ഷ ഓടിച്ചു കയറ്റിയത്.
മദ്യപിച്ച് വാഹനത്തിലെത്തി ഓട്ടോറിക്ഷ ഇടിച്ചു കയറ്റുകയായിരുന്നു. രാഷ്ട്രീയ പിൻബലത്തോടെ ഇത്തരം അക്രമം അഴിച്ചുവിടാൻ വന്നവർ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും ചാരായ മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളും കൂടിയാണെന്ന് CPM ചൂണ്ടിക്കാട്ടി. ഈ കഴിഞ്ഞ ദിവസം ഇടമണ്ണിലുണ്ടായ ഒരു അസാധാരണമായ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. CPM ഇടമൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമണ്ണിൽ നടന്ന ഒരു പ്രതിഷേധ സമരത്തിനിടയിലേക്ക് മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട 3-4 ചെറുപ്പക്കാർ ഒരു വാഹനം ഇടിച്ചു കയറ്റുകയും ആ സമരത്തിൽ പങ്കെടുത്ത നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ബഹുജന പ്രക്ഷോഭത്തിന്റെ ഇടയിലേക്ക് മദ്യത്തിനും ലഹരി മരുന്നുകൾക്കും അടിമയായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ജനക്കൂട്ടത്തെ ആകെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ ഒരു സംഭവമാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഈ ഇടമൺ പ്രദേശത്ത് മുൻകാലങ്ങളിൽ നിരവധി അനിഷ്ട സംഭവങ്ങളിൽ എല്ലാം ഉണ്ടാകുന്നത് ഒരു ഗുണ്ട സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് ഇവർക്കെതിരെ സ്വീകരിച്ച ശക്തമായ നടപടികളുടെ ഭാഗമായി ഇവർക്ക് നേതൃത്വം കൊടുത്ത ചിലരെല്ലാം ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്താണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് ചാരായവും ആയുധങ്ങളും കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരാളോട് രക്ഷപ്പെട്ടു. പ്രകടനത്തിനിടയിലേക്ക് ഓട്ടോറിക്ഷയിൽ വന്ന് ഇടിച്ചു കയറ്റിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന് CPM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരു വർഷമായി വളരെ ശാന്തമായിരുന്ന ഇടമണ്ണിന്റെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആരുടെയും നിർദ്ദേശപ്രകാരം ഈ 3-4 ചെറുപ്പക്കാർ ഈ സമരത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, തുടർന്നും സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത്തരക്കാരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന ചില ആൾക്കാരെ ഞാൻ ആരുടെയും രാഷ്ട്രീയമോ പേരോ ഒന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം ഇവരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ്. അവരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിയമപരമായി നേരിടുന്നതിനോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും അണിനിരത്തിക്കൊണ്ട് ഇത്തരം ആൾക്കാർക്കെതിരെ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും CPMന്റെ നേതൃത്വത്തിൽ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം നിയമവിരുദ്ധ നടപടികളിൽ ഏർപ്പെടുന്നവരും അവരെ സഹായിക്കുന്നവരും അതിൽ നിന്നും പിന്തിരിയണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പരിധിവരെ ഇവരെ അടിച്ചമർത്തിയിട്ടുണ്ട്. തുടർന്നും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇടമണ്ണിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവന്ന ഗ്യാങ്ങിൽപ്പെട്ട ചിലരെ തെന്മല പോലീസ് പിടികൂടി ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ചിലരെ കാപ്പ ചുമത്തി നാടുകടത്തി. ഈ ഗ്യാങ്ങിൽപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം സമരത്തിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ന്യൂസ് ബ്യൂറോ, തെന്മല. 11 വർഷം മുമ്പ് കൊല്ലത്താരംഭിച്ച വനം വകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ പത്തനാപുരം കടശ്ശേരിയിൽ 50 ലക്ഷം ചെലവഴിച്ച കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി നിലയ്ക്കുകയായിരുന്നു. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശബരി കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2012 ഒക്ടോബർ 27-നാണ് പത്തനാപുരം കടശ്ശേരിയിൽ വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതിക്ക് തറക്കല്ലിട്ടത്. അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ 2015-ൽ കെട്ടിട നിർമ്മാണവും കുളങ്ങളുടെ നിർമ്മാണവും നടത്തി. ഇതിനിടയിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് മുന്നണിയും മാറി. ഇതോടെ പദ്ധതി പാതി വഴിയിലാകുകയായിരുന്നു. ശ്രീ KB ഗണേഷ് കുമാർ വനവകുപ്പ് മന്ത്രിയായി ഇരിക്കുമ്പോൾ കുന്നല കടശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് അന്ന് ഉദ്ദേശം 50 ലക്ഷം രൂപ മുടക്കിയാണ് ഈ കെട്ടിടം ഉൾപ്പെടെയുള്ളത് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഇപ്പോഴും അദ്ദേഹം ഇവിടുത്തെ MLA ആണ്, മന്ത്രിയാണ്. ശബരി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് 10 രൂപയ്ക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിനോടൊപ്പം തന്നെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി മേഖലയിലുള്ള 100 കണക്കിന് ആൾക്കാർക്ക് ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ കഴിഞ്ഞ 15 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപയോളം ഇവിടെ കുഴിച്ചിട്ടതല്ലാതെ ഇന്ന് വരെ ഇവിടെ ഒരു കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളം പോലും വിതരണം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഉപകരണങ്ങളോ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്ന് സ്ഥാപിച്ച ശിലാഫലകത്തിന്റെ പേരുകൾ പോലും മാഞ്ഞ നിലയിലാണ്.
10 രൂപയ്ക്ക് 1 ലിറ്റർ കുപ്പിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഒപ്പം ബോട്ടിൽ തിരികെ നൽകിയാൽ 1 രൂപ കൂടി ഉപഭോക്താവിന് ലഭിക്കും. നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട പദ്ധതി കൂടിയായിരുന്നു ശബരി കുപ്പിവെള്ള പദ്ധതി. 50 ലക്ഷം മുടക്കിയ പദ്ധതിയാണ് പാതിവഴിയിൽ നിലച്ചത്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കെട്ടിടം അനാശാസ്യ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് ഇതിപ്പം ഉപയോഗിക്കുന്നത്. കാട് കയറി കെട്ടിടം മുഴുവൻ നശിച്ച് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ കഴിഞ്ഞ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് 50 ലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കുമ്പോൾ സർക്കാർ പദ്ധതിയിൽ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും ഈ പൈസ മുടക്കിയപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഒന്നിൽ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത്രയും ഈ ഫണ്ട് ഇവിടെ വിനിയോഗിച്ച് 50 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുത്തി ഇരിക്കുകയാണ് ഖജനാവിൽ. അത് എന്തുകൊണ്ടാണ് ഇത് പണി പൂർത്തീകരിക്കാഞ്ഞത് എന്നുള്ളത് ഇവിടുത്തെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ വിഷയം സർക്കാർ ഇത് ഒരു അന്വേഷണം നടത്തി, ഒരു വിജിലൻസ് അന്വേഷണം തന്നെ നടത്തി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ കെട്ടിടം പണിഞ്ഞത് അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കാത്തത് എന്തുകൊണ്ടാണ്, പുരോഗമനം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തേവലക്കരയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിലാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സജ്ജീകരിച്ചിട്ടുള്ളത്. കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം, ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം എന്നിവയും നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിൽ സജ്ജീകരിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. നിർധന കുടുംബങ്ങൾക്കുള്ള ഭൂമിയും അദ്ദേഹം വിതരണം ചെയ്തു. 31 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് ചെയ്യാനുള്ള കരുത്തും തൻ്റെ ഇടവും ഗ്രാമപഞ്ചായത്തിനുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും താല്പര്യമൊക്കെ അവർ കാണിക്കും. അല്ലാതെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കഴിഞ്ഞ 8 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി നടക്കുന്ന ഗവൺമെന്റിന്റെ മാത്രം ചുമതലയിൽ നടക്കുന്ന വികസന പ്രവർത്തനം 1 ലക്ഷം കോടി രൂപയുടേതാണ്. 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത്, കേരളത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത്ര ദയനീയമാണ് ആ സംസ്ഥാനങ്ങളിലെ സ്ഥിതി. പക്ഷെ ഇത് നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലവാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഹരിതകർമ്മ സേനകൾക്കുള്ള യൂണിഫോം ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനസ്നാഥ് യത്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. ഫിലിപ്പ്, U. ഫാത്തിമ കുഞ്ഞ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ്, സജ്ജി അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ G. പ്രദീപ് കുമാർ, B. രാധാമണി, അനസ് യൂസഫ്, N. അനീഷ്, ബിജി ആന്റണി, അൻസാർ കാസിംപിള്ള, ഷമീന താഹിർ, അജിത സാജൻ, S. പ്രസന്നകുമാരി, P. ജയപ്രകാശ്, സെക്രട്ടറി S. അനിത, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് A. ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിളംബര ഘോഷയാത്രയും നടത്തി. പദ്ധതി വിഹിതമായുള്ള 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടായി 19 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 31 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. ഇതേസമയം ചടങ്ങിൽ ഉദ്ഘാടകനായിരുന്ന മന്ത്രി MP രാജേഷ് പരിപാടിയിൽ പങ്കെടുത്തില്ല. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പരിപാടിയിൽ പങ്കെടുത്തില്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമായിരിക്കും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് അനസ്നാഥ് യത്ത് പറഞ്ഞു. ഒന്ന്, ഈ ഇലക്ട്രിക് ലൈൻ ഇവിടുന്ന് മാറ്റുക, അത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. 2, ഇതുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ ചുറ്റുമതിൽ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകം വേലി തിരിക്കുക. ഈ 2 പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുകയെന്നുള്ള വിവരം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും മെയിൽ ചെയ്തറിയിച്ചു. പൊളിച്ചവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നില്ല. ഈ മന്ത്രി തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ ഈ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി കാലയളവിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഈ ഭരണസമിതി ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ കൂട്ടണമെന്നും ആവശ്യം. കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്.
കശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ കൂട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ. കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചാരുമൂട്, കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറി പടിക്കൽ സ്വീകരണം നൽകി. എത്ര മണിക്ക് എണീറ്റ് റെഡിയായിരിക്കും? അപ്പോൾ കശുവണ്ടി തൊഴിലാളികളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ, നിങ്ങളോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാവിലെ തന്നെ ഈ ഫാക്ടറി പഠിക്കൽ 8 മണിക്ക് മുമ്പ് തന്നെ ഇത്രയും നേതാക്കളും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അവഗണന നേരിടുന്ന, ഏറ്റവും കുറച്ച് വേതനം വാങ്ങേണ്ടി വരുന്ന, അങ്ങനെ വേതനം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി വിഭാഗത്തിന്റെ സമരത്തിലാണ് പങ്കെടുക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എല്ലാ തൊഴിൽ മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും കശുവണ്ടി തൊഴിലാളികളെ പോലെ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യേണ്ട ഗതികേടുള്ള മറ്റൊരു തൊഴിലാളി വിഭാഗം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോശി മുഖ്യപ്രഭാഷണം നടത്തി. നവീൻ സരയു, നൂർനാട് ഷാജി, VR സോമൻ, MR രാമചന്ദ്രൻ, KA ഇബ്രാഹിംകുട്ടി, അബ്ദുൽ ജബ്ബാർ, അനിൽകുമാർ, ഗായത്രി, ഉനൈസ് ബദർ, നിഷ നസീർ, റജി സാമുവൽ, മനേഷ് കുമാർ, S സാദിഖ്, PB ഹരികുമാർ, രതീഷ് കുമാർ കൈലാസം, അച്ഛൻ കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 വിദ്യാർത്ഥിനികളെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറിളക്കവുമായി 13 വിദ്യാർത്ഥിനികളെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കോളേജ് ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. ഉച്ചയ്ക്ക് നൽകിയ സാമ്പാറാണ് രാത്രിയും നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്നലെ രാത്രി സാമ്പാർ കഴിച്ചവർക്കായി പ്രശ്നം തുടങ്ങിയത്. ഇന്നലെ രാവിലെ മുതലേ പ്രശ്നമുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായാണ് ഹോസ്പിറ്റലിൽ വന്നത്. ഞങ്ങളൊരു 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ സാമ്പാർ കഴിച്ചവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കും പ്രശ്നമില്ല. ഏകദേശം 13 പേരുണ്ട് ഞങ്ങളിവിടെ മൊത്തം. ഇന്നലെ രാത്രി സാമ്പാറായിരുന്നു, ഉച്ചയ്ക്കത്തെ സാമ്പാറായിരുന്നു. അപ്പം അത് രാത്രിയും കൂടെ തന്നപ്പോഴാണ് തോന്നുന്നു പിള്ളേർക്ക് പ്രശ്നമായത്. അല്ലാതെ വേറെ ഫുഡിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അല്ലാതെ വേറെ പ്രശ്നം. രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു, രാവിലെ എണീറ്റപ്പോഴാണ് വയറുവേദന തുടങ്ങിയത്. സാമ്പാർ കൂടാതെ രസവും മറ്റ് കറികളും ഉണ്ടായിരുന്നു. കായംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിലെത്തി പരിശോധനകൾ നടത്തി. സാമ്പാറിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി MPമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ചിന്നക്കടയിൽ പ്രകടനവും യോഗവും നടത്തിയത്. കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജവഹർലാൽ നെഹ്റുവിനെയും ഡോക്ടർ BR അംബേദ്കറെയും പോലുള്ള മഹാരഥന്മാർ നട്ടുവളർത്തിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ നിയമപ്രകാരം പരാതി തരൂ എന്ന് മുറവിളി കൂട്ടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി MPമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടത്തിയ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ബംഗളൂരു സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ, അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മഹാദേവപുരയിൽ മാത്രമായി ലക്ഷക്കണക്കിന് വോട്ടുകൾ 5 മണിവരെ പോൾ ചെയ്തതിൻ്റെ ഇരട്ടി വോട്ട് ആ 5 മണിക്ക് ശേഷമുള്ള, അല്ലെ 6 മണിക്ക് ശേഷമുള്ള 9:30 പല ബൂത്തുകളിലും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് അന്ന് തന്നെ സംശയമുണ്ടായി. എല്ലാ നേതാക്കന്മാരും ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തതാണ്. ആ പരാതിയുടെ മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും അടയിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഡിജിറ്റൽ വോട്ടർ പട്ടികയും വോട്ട് രേഖപ്പെടുത്തിയ രേഖകളും കൈമാറേണ്ടത് ജനാധിപത്യ അവകാശമാണെന്നിരിക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് പാർട്ടിക്കോ
മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ അങ്ങനെ ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഹാർഡ് കോപ്പികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് താമസമെടുത്തു കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എ കെ ഹഫീസ്, സൂരജ് രവി, ബി ത്രിദീപ് കുമാർ, കോതേത്ത് ഭാസുരൻ, കുരീപ്പ് ലേഖ്യ, എസ് എം ഷെരീഫ്, മരിയൻ, അഡ്വക്കേറ്റ് സന്തോഷ് ഉളിയക്കോവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കോട്ടയം ഡിവിഷൻ സമ്മേളനം കായംകുളത്ത് നടത്തി. 4 ജില്ലകളിലെ 18 ബ്രാഞ്ചുകളിൽ നിന്നുമായി 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കോട്ടയം ഡിവിഷൻ സമ്മേളനമാണ് കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ ശോശാമ പൊടിയൻ രക്തസാക്ഷി പ്രമേയവും VT മധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ PG ദിലീപ് സംഘടനാ റിപ്പോർട്ടും CK ലതീഷ് പ്രവർത്തന റിപ്പോർട്ടും S ബീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. V ജോയ്ക്കുട്ടി, രാജു അച്യുതൻ, സാലി മോഹനൻ, VV ഉദയകുമാർ, സോണി ജോർജ് എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് S സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. GS ഉണ്ണി സ്വാഗതം പറഞ്ഞു. S ലില്ലിക്കുട്ടി, CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ, MK മോഹനൻ, സംസ്ഥാന സെക്രട്ടറി PN സുധാകരൻ, S ലില്ലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമാന്തരങ്ങൾ സർവേ നടത്തുമ്പോൾ 96% ആൾക്കാരും തിരിച്ചറിഞ്ഞത് LICയുടെ എംബ്ലമാണ്. അശോകചക്രം തിരിച്ചറിഞ്ഞവർ 4% ആൾക്കാരാണ്. അവിടെ നിന്നാണ് LICയെ പ്രൈവറ്റ് ചെയ്യണമെന്ന ആഗോള മുതലാളിത്തത്തിന്റെ ധാരണ മുന്നിലേക്ക് വരുന്നത്. 90 സർവേ നടക്കുന്നത്, 93 LICയെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം നിരവധി റിപ്പോർട്ടുകൾ, ബോൾസ് ആൻഡ് ഫണ്ടർ റിപ്പോർട്ട് ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം എന്താ 1999 ഇൻഷുറൻസ് രൂപീകരിക്കുന്നത്. 2000 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുന്നു. 2000 അതോറിറ്റി വരെയുള്ളൂ, ഇന്ത്യ ഇല്ല. 2006 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ ഇൻഷുറൻസ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുക എന്നാണ്, അല്ലാതെ ഇവിടെ കടന്നു കയറുക എന്നുള്ളതല്ല. 4 ജില്ലകളിലെ 18 ബ്രാഞ്ചുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചവറയിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തി. വോട്ട് കൊള്ളയ്ക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ച് നടത്തിയത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാടുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചത്. തേവലക്കര ചേന്നങ്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ UDF നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. കുന്നേൽമുക്ക്, കൂഴംകുളം, മുഖംമൂടി ജംഗ്ഷൻ, അമ്മവീട് വഴി ചവറ കുട്ടുകാട്ടിൽ മാർച്ച് സമാപിച്ചു. തുടർന്ന് നടത്തിയ സമ്മേളനം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. വോട്ട് വിഷയം ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന ഭരണകൂടമാണെങ്കിൽ വോട്ട് വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്. ഇലക്ഷൻ കമ്മീഷന്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വീറോടും വാശിയോടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനും പരിഹസിക്കാനുമാണ് BJP സമയം കണ്ടെത്തിയത്. ജർമ്മനിയിൽ നാസികൾ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ എന്താണ് നടത്തിയത്? അതിന്റെ തനിപ്പകർപ്പാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. അന്ന് മുതൽ രാഹുൽ ഗാന്ധി പ്രസ്താവനകൾ നടത്തുന്നു. പഠിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയവർ കണ്ടെത്തിയത് വളരെ വിചിത്രമായ, ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടന്നുകൂടാത്ത കാര്യമാണ്. ഞാൻ കൃത്യമായ കണക്കുകൾ മറന്നുപോയി എങ്കിൽ പോലും 2019 മഹാരാഷ്ട്രയിൽ ആകെ 8.9 ചില്വാനം വോട്ടർമാരായിരുന്നു, കോടി വോട്ടർമാരായിരുന്നു. 9 കോടിയിൽ അല്പത്താഴെ. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 9.3 കോടി വോട്ടർമാരായി. 35 ലക്ഷം വോട്ടർമാർ കൂടി 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട് 35 ലക്ഷം വോട്ടർമാർ കൂടി. എന്നാൽ 2024 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നവംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 9.7 കോടി വോട്ടർമാരായി മാറി. 6 മാസത്തിനിടയിൽ 41 ലക്ഷം പേര് അധികമായി ചേർന്നു. കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. R അരുൺരാജ്, R ജയകുമാർ, മേച്ചേജത്ത് ഗിരീഷ് കുമാർ, CP സുധീഷ് കുമാർ, വിഷ്ണു വിജയൻ, ചക്കിനാൽ സനൽകുമാർ, E യൂസഫ് കുഞ്ഞ്,
AM സാലി, MA കബീർ, തങ്കച്ചി പ്രഭാകരൻ, ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ട്രാൻസ്ഫോമർ കാട് മൂടിയിട്ടും നടപടി സ്വീകരിക്കാതെ KSEB. ശാസ്താംകോട്ട പുന്നമൂട് മഞ്ഞിപ്പുഴ ട്രാൻസ്ഫോമറാണ് കാട് മൂടിയത്. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല. വള്ളിപ്പടർപ്പ് കയറി കാടുമൂടി അപകട ഭീഷണി ഉയർത്തുകയാണ് മുതുപിലാക്കാട്ടെ ട്രാൻസ്ഫോമർ. കാടിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലുള്ള അവസ്ഥയിലാണിത്. അടുത്ത കാലത്തെങ്ങും KSEB ജീവനക്കാർ സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്ന് പരിസരം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്രയ്ക്ക് സംരക്ഷണമില്ലാതെയാണ് മുതുപിലാക്കാട് പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. പുന്നമൂട് കരിക്കോണത്തുമുക്ക് പാതയിൽ കണ്ണച്ചൻ തുണ്ടിൽ ഭാഗത്താണ് ഭീഷണിയായി ട്രാൻസ്ഫോമർ ഉള്ളത്. 5-ാം വാർഡിൽ പ്രധാന പാതയോട് ചേർന്ന് മഞ്ഞക്കുഴി എന്ന പേരിലുള്ളതാണിത്. ചുറ്റും പുല്ലും ചെറുവൃക്ഷങ്ങളും വളർന്ന് ട്രാൻസ്ഫോമറിനെ മറച്ചു. വള്ളിപ്പടർപ്പ് ട്രാൻസ്ഫോമറിനെയും തൂണുകളെയും പൊതിഞ്ഞു. വള്ളികൾ മുകളിലേക്ക് പടർന്ന് വൈദ്യുത ലൈനിലും കയറി. 4 വശത്തെയും ഇരുമ്പുവേലികളും വള്ളിച്ചെടികൾ വിഴുങ്ങി. അതുവഴി പോകുന്ന കുട്ടികളോ മുതിർന്നവരോ അബദ്ധത്തിൽ വള്ളിപ്പടർപ്പുകളിലോ പരിസരത്തോ തൊട്ടാൽ ഷോക്കേൽക്കുന്ന സ്ഥിതി. അങ്കണവാടി കുട്ടികളും ഈ പാതയിലൂടെയാണ് പോകുന്നത്. അത്രയ്ക്ക് ഭീഷണിയിലാണ് ട്രാൻസ്ഫോമറും പരിസരവും. ഈ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡിൽ കൂടെ ധാരാളം കുട്ടികളും ഇതുപോലെ കശുവണ്ടി തൊഴിലാളി അവരെല്ലാവരും നടന്നു പോകുന്ന വഴിയാണിത്. ഈ വഴിയിൽ ഇവിടെ ഈ മൊത്തം കാട് പിടിച്ച് ഇതെല്ലാം കിടക്കുകയാണ് സംഭവം. ഇതിനകത്ത് എത്ര ഇഴജന്തുക്കൾ കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പാതയോരത്ത് അപകടക്കണിയായി നിൽക്കുന്ന ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ പലതവണ KSEB അധികൃതരെ അറിയിച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അത് വന്ന് അതിൻ്റെ വള്ളികൾ കണ്ടിച്ചു കളയുകയോ അത് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം പുല്ലിറക്കാനും എടുക്കാനും എൻ്റെ അടുക്കൽ കൂടെ പോവുകയും വരികയും ചെയ്യുന്നതാണ്. വലിയൊരു അപകട നിൽക്കുകയാണ് കാര്യങ്ങൾ. മുതുപിലാക്കാട് കൂടാരത്തുമുക്കിലെ കൂടാരം ട്രാൻസ്ഫോമറിന്റെ പരിസരവും കാട് വളർന്നും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞും കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നാടിനെ ഭീതിയിലാക്കി മോഷണ പരമ്പര സൃഷ്ടിച്ച കള്ളനെ പിടിച്ച പോലീസിന് നാടിന്റെ അനുമോദനം. ഏരൂർ പത്തടിയിലെ 4ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി പണവും സാധനവും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ കവർച്ച നടത്തിയ മോഷ്ടാവ് തിരുവല്ലം ഉണ്ണിയെ പിടികൂടിയ ഏരൂർ പോലീസിനാണ് പത്തടിയിലെ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. നാടിനെ ഭീതിയിലാക്കി മോഷണ പരമ്പര സൃഷ്ടിച്ച കള്ളനെ പിടിച്ച പോലീസിനാണ് നാടിന്റെ അനുമോദനം ലഭിച്ചത്. ഏരൂർ പത്തടിയിലെ 4ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമായി പണവും സാധനവും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ കവർച്ച നടത്തിയ മോഷ്ടാവ് തിരുവല്ലം ഉണ്ണിയെ പിടികൂടിയ ഏരൂർ പോലീസിനാണ് പത്തടിയിലെ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത്. നാടിനെ ഭീതിയിലാഴ്ത്തി നിരവധിയിടങ്ങളിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയത് അഭിനന്ദനാർഹമായ കാര്യമാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിനെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലീസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. വളരെ ആ കള്ളനെ പിടിക്കണമെന്നും ആ നാട്ടിൽ അങ്ങനെ ഇതിനൊരു ആശ്വാസം ഉണ്ടാകണമെന്നും വിചാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 10-15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിനെ പിടിക്കുവാൻ കഴിഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല. ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു പോകുന്നു, കള്ളനെ പിടിച്ചു, വാർത്ത കാണുന്നു, അപ്പുറത്തേക്ക് അതിന് പിന്നിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ അവർക്ക് തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു പക്ഷേ ആ കേസിനൊക്കെ ഒരു പരുവത്തിലാക്കിയെടുക്കാം. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ആ മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞു. ഈ മോഷ്ടാവിനെ പിടികൂടുന്നതിന് അപ്പുറത്തേക്ക് ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ മോഷ്ടാവിനെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർക്ക് പൊതുവെ എപ്പോഴും ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാം, എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ ടെൻഷൻസുകളുള്ള സമയമാണ്, പ്രഷറും ഒക്കെ ജോലി ഈ സമയത്തുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് അഹോരാത്രം ആ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവരെ പിടിക്കാൻ കാണിച്ച അവരുടെ സേവനമാണെങ്കിൽ പോലും അതിനുള്ള ഒരു ചെറിയ ഞങ്ങളുടെ ഒരു സന്തോഷവും അവരെ അനുമോദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലൂടെ ഈ കൈമാറുന്ന ഈ മൊമെൻറ്റോ സത്യത്തിൽ ഒരു നാടിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടി ഒരു അംഗീകാരമാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായമാകും. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുപ്രസിദ്ധമായ ഒരു മോഷ്ടാവിനെ എല്ലാ അർത്ഥത്തിലും വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ
എല്ലാ പഴുതുകളും അടച്ച് അഹോരാത്രം പണിപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ്. വാർഡംഗം MP നസീർ, ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു, പൊതുപ്രവർത്തകരും വ്യാപാരികളുമായ പത്തടി സുലൈമാൻ, നൌഷാദ്, നസീർ, ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു അനുമോദനം. കടകൾ ഒന്നിച്ചു വന്നൊരു മോഷണം നടത്തി അതിൻ്റെ ഭീതി ജനങ്ങളിടയ്ക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. എത്ര പോയി എന്ത് വന്നു എന്നുള്ളതല്ല, ഇത്രയും സമർത്ഥമായി മോഷണം നടത്തിയ പ്രതികളെ അന്ന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം തൊട്ട് വന്നപ്പോഴെല്ലാം അവരോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ആ സമയം തൊട്ട് തന്നെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മളെ CA അടക്കം SI അടക്കമുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായിട്ട് ആ കേസ് തെളിയിക്കണമെന്നുള്ള രീതിയിൽ തന്നെ അവിടുത്തെ എല്ലാ CCTVകളും രാത്രി 9 മണി, 10 മണി, 11 മണി വരെയൊക്കെ പത്തടിയിലുള്ള വിവിധ മേഖലകളിൽ CCTVകൾ പരിശോധിക്കുകയും അതിനുശേഷം ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കിളിമാനൂർ അങ്ങേ അറ്റം വരെയുള്ള എൻ്റെ വീട്ടിലും വന്ന CCTV, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ CCTVകളും പരിശോധിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെ വലിയ സഹായവും സഹകരണവും ലഭിച്ചതിനാലാണ് വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് ഏരൂർ SI ശ്രീകുമാർ പറഞ്ഞു. വളരെ കാര്യക്ഷമമായ നല്ല ഒരു രീതിയിൽ നമ്മുടെ ഒരു ടീം അന്ന് ഇവർ വളരെ ആത്മാർത്ഥമായി രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ സമയം നോക്കാതെ കുടുംബത്തിലെ ആ കാര്യങ്ങളൊന്നും നോക്കാതെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്വസിക്കാം. അതോടൊപ്പം ഈ ഇത്രയും നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ഒരു പരിഭ്രാന്തി പരത്തിയ ഒരു കേസിന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ സമയത്ത് വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അതിന് സഹകരിച്ചിട്ടുള്ള എല്ലാ പ്രദേശവാസികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ വളവിലൊക്കെ ഉള്ള ഒരു അൻവർ എന്നൊക്കെ പറയുന്ന ആൾ, അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. ഏത് സമയം കയറി ചെന്നാലും CCTV എടുക്കാനൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് സഹകരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനവിഭാഗം ആയിരിക്കണം നമുക്ക് ഇനിയും നമ്മുടെ ഈ മോഷണം എന്നുള്ള ഒരു കേസ് മാത്രമല്ല, സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളെയും തിന്മകളെയും അനീതികളെയും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്കൊരു ജനവിഭാഗം വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും എന്നുള്ളത് നമുക്കത് തെളിവാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയുടെ സംസ്കാരം തടഞ്ഞു. പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. ചർച്ചകൾക്കൊടുവിൽ രാത്രി വൈകി പരിഹാരം. 11 വർഷം മുമ്പ് കൊല്ലത്താരംഭിച്ച വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ. പത്തനാപുരം കടശ്ശേരിയിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി നിലച്ചു. 10 രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. കുരീപ്പുഴയിൽ സമയബന്ധിതമായി IT പാർക്കും കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലക്ഷ്യമിടുന്നത് 90 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.